ഹായ്, ഞങ്ങളിപ്പോ നിക്കുന്നത് പെരുമൽമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഉള്ളൂ കൊടൈക്കനാല്. രാവിലെ നാസ്ത കഴിക്കാൻ കയറി റോയൽ ഫാമിലി നല്ല ഫുഡായിരുന്നു. നാസ്തയൊക്കെ വരുന്നവര് ഇവിടെ തന്നെ കയറി കഴിക്കുക, നല്ല വൃത്തി ഒക്കെ ഉണ്ട്. ഓക്കെ, അന്നേരം ഞങ്ങൾ കൊടൈക്കനാലിൽ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ എഴുതുന്നാ പറഞ്ഞത്. ഇപ്പൊ കഴിക്കണ്ട. സിൽവർ കേസ് കേക്ക് കൊടൈക്കനാൽ. നമ്മളിതാ കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു ബോട്ട് ഹൗസിലാണ്. അത് ഞങ്ങളിതാ ടിക്കറ്റ് എടുത്തു, ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. നല്ല രസമുണ്ടോ ഡൽഹിയോ? ഇത് മറ്റേ ബ്രിഡ്ജാ, മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാ. 6 പേരാണോ? ഹലോ, ഞങ്ങൾ പയ്യെ അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. രണ്ടുപേരും ഇവിടുത്തെ ഉള്ളു, ഇറങ്ങി പൊക്കോളെ. ഹായ്, ഞാൻ അവിടെ ഇരിക്കടി, അടിപൊളിയായിട്ട്. അതാകൊണ്ട് അത് 4 പേർക്കേ ഉള്ളൂ. അത് നമ്മളല്ല ചവിട്ടുന്നത്, ചവിട്ടുക്കും ചേട്ടോ. 4 പേർക്കേ ഉള്ളത്. 4 പേർക്കുള്ളത്. ഇതിന്റെ റേറ്റ് പറയാം. പിന്നെ 6 പേർക്ക് പോകുന്നതിന് 500 രൂപ. നമ്മൾ 1000 രൂപ കൊടുക്കണം. അഡ്വാൻസ് ആയിട്ട് 1000 രൂപ കൊടുക്കാം. റിട്ടേൺ വരുമ്പോൾ 500 രൂപ തിരിച്ചു തരും. പിന്നെ 4 പേരൊക്കെ ഉള്ളെങ്കിൽ അത് കാണിക്കാം. 4 പേരുള്ളെങ്കിൽ അങ്ങനെ ചവിട്ടുന്ന ഇത് കിട്ടും. അതിനകത്ത് 400 രൂപ. ഞാൻ കയറിക്കോ പാട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസിന് നേരെ ഓപ്പോസിറ്റുള്ള ഫൺ സർക്കിൾ സെൻറ്ററിലേക്ക് പോയിട്ടോ. അസ്യൂമെൻറ്റ് സെൻ്ററാണ്. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റിയ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് കയറാൻ പറ്റും. ട്രെയിനിൽ കയറണോ? നാളെയാ? അതിനും കുഴപ്പമില്ല. ഇത് 50 ഷൂട്ട്. അടിച്ചോ? ഗെയിമൊക്കെ കളിച്ച് ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. ഞങ്ങൾ നേരെ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഇഹാൻ ബിരിയാണി ഹോട്ടലിലാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളും കണ്ട് ഞെട്ടി ഗൈസ്. ഭയങ്കര റേറ്റ് ആയിരുന്നു, പക്ഷെ ഫുഡൊക്കെ അടിപൊളിയാണ് അവിടെ. നാളെയോ? നാളെ രാത്രി, നാളെ വെളുപ്പിനായാലും കുഴപ്പമില്ല. പറയൂ നിന്റെ അഭിപ്രായം. അങ്ങനെ അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു. അതാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷവായും ബട്ടർ നാനും പറഞ്ഞു, ഒരു ബിരിയാണി പറഞ്ഞു കേട്ടോ. ബിരിയാണി ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സൈഡായിട്ട് അവർ ചാറുകറി ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്നാലും കുഴപ്പമില്ല, ഉള്ള വെച്ച് കയറിയതല്ലേ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗുണാഗേവിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ ഗുണാഗേവിൽ പോകുന്ന വഴിയാണ് എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പം ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പ്ലേസിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ബ്ലോക്ക് വരുമെന്ന് പ്രതീക്ഷയില്ല. ഗൂഗിളിൽ കാണിച്ചെങ്കിലും പക്ഷേ ഇത്രയും ബ്ലോക്ക് വരുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് എങ്ങനെ വന്നതെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ സെക്ഷനിൽ വരുമ്പോഴത്തേനും അതായിട്ടുള്ള അവരിറങ്ങുമ്പോൾ ഉള്ള ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതാണ്ട് ഗുണാഗേവിൽ പോകുന്ന ഒരു സെക്ഷനാണിത്. ഇവിടുന്ന് വണ്ടി അനങ്ങുന്നേ ഇല്ല. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. പൈൻ വാലിയിൽ നിന്ന് ഒരു 700 മീറ്റർ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഗുണാഗേവ് മുഖ്യം വെക്കില്ലേ നമ്മൾ അതിന് 4 മണി വരെ ഉള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഗുണാഗേവിലോട്ട് നേരെ വിട്ടപ്പോൾ കണ്ട എന്തോരം തിരക്കാണ്. പിന്നെ എങ്ങനെ ബ്ലോക്ക് ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയോ കയറി വന്നെന്നൊക്കെ പറയാം. ഞങ്ങൾ 2ആയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അതുപോലെ തിരക്കായിരുന്നു. നമുക്ക് എന്തോ തിരക്കാ. കയറുന്ന വഴിയിൽ ഇത്ര ഒച്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര ക്രൗഡ് പ്രതീക്ഷയില്ല ഗൈസ്. ഞങ്ങൾ ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി എന്തോ ഒരു പാടുപെട്ടെന്നറിയാമോ, അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല മേഘത്തിൻ്റെ ഇടയിൽ ആ ലൈറ്റിംഗ് വന്നപ്പോൾ നല്ല രസമാണ്. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീഡിയോയിൽ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറേ ഓളം ഉണ്ടായിരുന്നു. ആൾക്കാർ ഒത്തിരി ഉള്ളതുകൊണ്ട് ഭയങ്കര അലയും സുഭാഷേ നീ ഇവിടെ കിടന്ന് ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം 300 കിലോമീറ്റർ കൊടൈക്കനാൽ. അങ്ങനെ ഞങ്ങൾ ഗുണാഗേവിയിൽ നിന്ന് തിരിച്ച് നടന്ന് തന്നെ പൈൻ വാലിയിൽ വന്ന് ഇവളുമാർക്ക് കുതിരയിൽ കയറണമെന്ന് പറഞ്ഞു. പക്ഷേ കുതിര കയറിയില്ല കേട്ടോ. അവർക്ക് പേടിയായിരുന്നു. പിന്നെ അടുത്ത് പോയപ്പോഴത്തേന് നല്ല സ്പീഡിലായിരുന്നു കുതിര പോകുന്നത്. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് കയറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ മലയാളികളെ കണ്ടു കേട്ടോ. കുറേ മലയാളികളെ കണ്ടു, സംസാരിച്ചു. നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോ എടുത്ത് റീൽസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചേട്ടോ ഒരു അരമണിക്കൂർ ഇവിടുന്ന് നേരെ ഇനിയും ഗുണാഗേവിൽ പോകാൻ വേണ്ടി കുറേ പേര് നിൽക്കുക. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ലൊരു ബ്രെഡ് ഓംലേറ്റും ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത്. എന്നാലും ബ്ലോക്ക് അതുപോലെ തന്നെ ഇരിപ്പുണ്ടായി. ഞങ്ങൾ പെതെ പോയത്. പിന്നെ അവിടുത്തെ ചായ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക്. ഞാനൊരു ചായയും കൂടെ ചോദിച്ചു, പക്ഷെ അണ്ണൻ പറഞ്ഞു വേണ്ട. അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങി യാത്രയായി. അങ്ങനെ ഞങ്ങൾ നേരെ കോയമ്പത്തൂരിലോട്ടാണ് പോയത്. കോയമ്പത്തൂർ പോയ കഥയൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ നൈറ്റ് കഴിച്ച ഒരു ചെറിയ തട്ടുകട കയറി പൊറോട്ടയും ഗ്രേവിയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.